അപ്പോൾ സന്തോഷത്തോടെയാണ് സ്തുതികൾ സുഖം അർപ്പിച്ചുകൊണ്ട് ഭാഷാപരം അറിയുന്നവർ ഭാഷാപരത്തെ പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് ഞാൻ സ്വസ്ഥം ചെയ്യുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ നിന്റെ തിരുമുറിവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിന്, കുരിശിൻ്റെ അടയാളത്തിന്, ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവം കർത്താവേ, നിൻ്റെ കുരിശിൽ നിന്നുള്ള ഒഴുകുന്ന കർത്താവേ രക്തമഴ എല്ലാ മക്കളുടേക്കും പൊടിഞ്ഞു വീഴട്ടെ കർത്താവേ. മസിൽ വേദനയുള്ളവരെ, പിസ്റ്റുല രോഗികൾ, അർശസ് രോഗികൾ, നെഞ്ചിന് കെട്ടുള്ളവർ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ, കരൾ രോഗികൾ, മൂത്രാശയ രോഗികൾ, ഗർഭാശയ രോഗികൾ, ഗർഭാശയസ്തുള്ളവർ, മൂത്രത്തിൽ കല്ലുള്ളവർ, കിഡ്നി കല്ലുള്ളവർ, നടുവേദനക്കാർ, നടുവ് തിരിഞ്ഞിരിക്കുന്നവർ, സ്പോണ്ടിലോസിസ് രോഗികൾ, ശിരസ് രോഗികൾ, മുട്ടി കൊഴിയുന്നവർ, കണ്ണ് കാഴ്ച കുറവുള്ളവർ, ചെവിക്കരവുള്ളവർ, സിസ്റ്റുള്ളവർ, തൊണ്ടവേദനക്കാർ, തൈറോയ്ഡ് രോഗികൾ, ത്വക്ക് രോഗികൾ, കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതൽ കർത്താവെ ഒഴുക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഒഴുക്കണമേ. കർത്താവേ, എല്ലാ രോഗങ്ങൾ, മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവ ദുരിതങ്ങൾ, ഈശോ, മക്കളില്ലാത്തവര്, കർത്താവേ, ബീജങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടാത്തവര്, അണ്ട ഉത്പാദിപ്പിക്കപ്പെടാത്തവരെ ഒക്കെ സ്പർശിക്കണമേ. കർത്താവേ, അടിപ്പിഴ പോലെ, വൈദാഘാനം പോലെ ദൈവികമായ ശക്തി അങ്ങനെ മക്കളിലേക്ക് ഒഴുകട്ടെ. ഈശോ ഒഴുകട്ടെ. കർത്താവേ, എല്ലാ തരത്തിലും കുഞ്ഞുങ്ങളില്ലാത്തവരെ, ഗർഭത്തെ ശുദ്ധിക്കൾക്ക് രോഗമുള്ളവരെ, ഗർഭിണികൾ, കർത്താവേ, ഫുഡ് കുറവുള്ളവരെ, കർത്താവേ, കുഞ്ഞിന് തൂക്കമില്ലാത്തവരെ, ഈശോ, ക്ഷയരോഗികള്, പിസ്റ്റുല രോഗികള്, കർത്താവേ, HIV രോഗികള്, ക്യാൻസർ രോഗികള്, കർത്താവെ സ്പർശിക്കണമേ. കർത്താവെ സ്പർശിക്കണമേ. തൊണ്ടയിൽ ക്യാൻസർ ഉള്ളവരെ, ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ, യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാർഗരോഗങ്ങള്, യേശു ഉന്നതമായ നാമത്തില് തീരാവേദികള് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശു നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കൃപയാകട്ടെ. മക്കളെ, സ്വർഗം തുറക്കപ്പെടുന്ന വലിയ സമയമാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പ്രത്യക്ഷ ദർശനം അരളിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഈ ചതിവിക്കാരണത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെപ്പോൾ ജ്വലിച്ചു നിൽക്കുന്ന സമയമാണ്. സ്വർഗം താണിറങ്ങി വന്നിരിക്കുന്ന സമയമാണ്. വിശ്വസിക്ക ദൈവവേദലെ, സ്നേഹിക്ക ദൈവവേദലെ, ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കേണ്ട ദൈവവേദലെ. മക്കളില്ലാത്തവര്, ജോലിയില്ലാത്തവര്, വിദ്യുത് സഞ്ചാരികളുള്ളവർ, ജയിലിൽ കിടക്കുന്നവർ, കർത്താവ് കേസുകളിൽ അകപ്പെട്ടിരിക്കുന്നവർ, അതിന് തർക്കമുള്ളവർ, വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, വെളിച്ചമില്ലാത്തവർ, സമാധാനമില്ലാത്തവർ, ഇന്റർവ്യൂ കഴിഞ്ഞവർ, ജോലിയില്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, വിദേശ രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടവർ, പണം അയച്ചു കൊടുത്തവർ, നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവർ, വ്യത്യസ്തമായ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, വിദേശത്ത് പോകാൻ പോകുന്നവർ, തിരിച്ചു വരാൻ പോകുന്നവർ, എല്ലാ മേഖലകളിലും കർത്താവേ ജപ്തി നടപടിയുള്ളവർ, നേടുന്ന സ്ഥലം വിൽക്കാനുള്ളവർ, സ്ഥലം വാങ്ങാനുള്ളവർ, യേശോ ജീവിക്കാൻ വീടോ സ്ഥലമോ ഇല്ലാത്തവർ, വിവാഹം തടസ്സം ഒത്തുവരാത്ത സമാധാനമില്ലാത്തവർ, കുടുംബത്തിൻ്റെ എല്ലാ തകർച്ചകളും തകരാറുകളും യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. മുട്ടേദിക്കുക. മുട്ടേന്നുകൊണ്ട് നിങ്ങളുടെ ഉടമ്പടി ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എത്രയും വേഗം എന്നെ സാക്ഷിയാക്കണമേ. അൾത്താരയ്ക്ക് ഒരു സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സുവിശേഷത്തിൻ്റെ കാന്തിയായി എന്നെ ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക.
വളരെ സുന്ദരമായിട്ട് മുട്ടനിക്കുക. സമാപന ആശീർവാദത്തിന് സമയമായി. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിന്ന് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ